Good morning, sir. Yes, good morning. Good morning. Okay, Good morning, sir. Okay, good morning, Linda. Good morning, sir. Good morning, sir. Okay, Lina. Aishwarya. Okay, so good morning to starting Alam. Let us start. Yes, sir. Yes, sir. Okay. Let us start. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് Prayer ഉണ്ട് sir. Prayer. ഓക്കെ കേട്ടു ഓക്കെ റോഷ്നി ഞാൻ മറന്നു പോട്ടെ അത് ഓർമ്മിപ്പിച്ചേക്കണേ ഓക്കെ ആരാണ് റോഷ്നി പ്രയർ സോങ് ആരാണ് പ്രയർ സോങ് ഫാത്തിമ വന്നിട്ടുണ്ടോ Good morning, sir. ഓക്കെ ഇന്നത്തെ പ്രയർ സോങ്ങിന്റെ ആള് ഫാത്തിമയായിരുന്നു സാർ പറഞ്ഞത്. ആരുടെയെങ്കിലും കയ്യിൽ റെഡി ആയിട്ടുള്ള പ്രയർ സോങ് ഉണ്ടെങ്കിൽ പറയും റോഷ്നി ഞാൻ പാടാം റോഷ്നി. സർ ഞാനാ ഇന്ന് പ്രയറിന് പേര് അതെ ഫാത്തിമ വന്നിട്ടുണ്ടല്ലോ ലേറ്റ് ആയി. ഓക്കെ നോ പ്രോബ്ലം Okay. Dear God, please keep me happy today. Help me to be bright, cheerful and gay. Help me to do the things you want me to be to others kind and good. My parents, teachers and friends to bless and keep us all in happiness and keep us all in happiness and keep us all in happiness. Thank you, sir. Okay. ഇനി വെൽക്കം Sir, sign in on there. സൈനി Good morning, sir, and good morning, my dear friends. I am Tanuja from Alapura. I hope you are all well. I am fine. Today I am going to sign in Job Sir's class. Job Sir and all my classmates are invited to our class today. Let's start today's class with a quote from Swami Vivekananda. Everything is easy when you are busy, but nothing is easy when you are lazy. നിങ്ങൾ തിരക്കിലായിരിക്കുമ്പോൾ എല്ലാം എളുപ്പമാണ്, എന്നാൽ നിങ്ങൾ മടിയനായിരിക്കുമ്പോൾ ഒന്നും എളുപ്പമല്ല. താങ്ക് യു ജോബ് സർ ഫോർ സ്പെയറിംഗ് യുവർ വാല്യുബിൾ ടൈം ഫോർ us. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാല്ലേ Thought of the day. Okay. Good morning, sir, and good morning, my dear friends. I am Nusrat from Thrissur. Today, I am going to talk about the thought of Winston Churchill. Success is not final. Failure is not fatal. It is the courage to continue that counts. വിജയം അന്തിമമല്ല, പരാജയം മാരകവുമല്ല. തുടരാനുള്ള ധൈര്യമാണ് പ്രധാനം. Thank you all. Have a nice day. Okay. Nusrat, very good. Tanuja, quoting എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. Very good. Nusrat, ഈ നമ്മുടെ മൺമറിഞ്ഞു പോയ ഒരു ഇന്ത്യൻ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ പേര് APJ അബ്ദുൽ കലാം. ധാരാളം പ്രസിഡന്റുമാരുണ്ടെങ്കിലും വളരെ നല്ലൊരു വിദ്യാഭ്യാസത്തോടൊക്കെ വളരെ ഇഷ്ടമുണ്ടായിരുന്ന പ്രസിഡന്റ്. അദ്ദേഹം ഈ ഫെയിൽ എന്ന് പറയുന്ന വാക്കിനെ ഫെയിൽ
എന്ന് പറയുന്ന വാക്കിന് ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ പറയില്ലേ, പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞ പോലെ ഫെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ അത് നമുക്ക് വിജയിച്ചില്ല, അതിന് നമ്മൾ ഫെയിൽ എന്ന് പറയും. അപ്പൊ ഫെയിൽ, FAIL എന്നുള്ളതിന് അദ്ദേഹം കൊടുക്കുന്ന ഡെഫിനിഷൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്, ആ പഠിക്കാൻ ശ്രമിച്ചാൽ ആദ്യത്തെ അറ്റംപ്റ്റ് ആണ് അത്. അതുപോലെ പരാജയം എന്ന് പറയുന്ന ഒരു വാക്കില്ലെന്നാ പറയണം. പരാജയം എന്ന് പറയുന്ന സാധനമില്ല. ഇറ്റ് ഈസ് എ ഫസ്റ്റ് അറ്റംപ്റ്റ്. തോറ്റ്, ഇറ്റ് ഈസ് എ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. പരാജയം എന്നുള്ള വാക്കല്ല, ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. പഠിക്കാൻ വേണ്ടി ശ്രമിച്ചതിൽ ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. അങ്ങനെയാണ് ആ വാക്കിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു വിശദീകരണം. അപ്പൊ നുസ്രത്ത് ഇപ്പോ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനത് ഓർത്തത് കൊണ്ട് സൂചിപ്പിച്ചത് മാത്രം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ വീണ്ടും വിഷയത്തിലേക്ക് വരികയാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന സംഗതിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പാർട്ടിസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു. അതിൽ തന്നെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു. പ്രസന്റ് ടെൻസ് ആയിട്ടുള്ള വെർബിന്റെ കൂടെ ING ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ. അങ്ങനെ ഉപയോഗിക്കുന്ന ആ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഒരു അജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അജക്റ്റീവ് എന്ന് പറയുമ്പോൾ അത് ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന വാക്ക്, അതാണ് അജക്റ്റീവ് എന്ന് പറയുന്നത്. നമുക്ക് പറയാം നുസ്രത്ത് ഇസ് എ ഗുഡ് ഗേൾ എന്ന് പറയാം. ആ ഗുഡ് എന്നുള്ളതിന് പകരം ING ചേർത്ത ഒരു വാക്ക് ഉപയോഗിക്കുക, അതാണ് അജക്റ്റീവായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. യെസ്, അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇനി അവിടെ നിന്ന് നമ്മൾ രണ്ടാമത്തെ പ്രസന്റ് പാർട്ടിസിപ്പിളിന്റെ ഉപയോഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ING ചേർത്ത് എഴുതുന്ന വാക്ക്, അതൊരു അജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ അതിന്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ അത് ഒരു വെർബായിട്ട് ഉപയോഗിക്കണം. എന്തായിട്ട് ഉപയോഗിക്കണം? വെർബ്, ഒരു ക്രിയ, ഒരു പ്രവൃത്തിയായിട്ട് ING എന്ന വാക്ക് ഉപയോഗിക്കണം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 1-2 പേരെ കൊണ്ട് ഇങ്ങനെ എക്സാമ്പിൾ പറയിപ്പിച്ചപ്പോൾ കുറച്ച് പേര് വെർബായിട്ട് ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വെർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം ഒരു പ്രവൃത്തി. അപ്പൊ നിങ്ങൾ അങ്ങോട്ടൊന്നും പോകേണ്ട, 2 കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഒന്നുകിൽ പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട്, ഈ 2 ടെൻസിൽ ഉപയോഗിക്കുക എന്നുള്ളത് ഓർത്തിരുന്നാൽ മാത്രം മതി. അത് പ്രസന്റ് കണ്ടിന്യൂസ്, ഒരു പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ എങ്ങനെയാണ് പ്രസന്റ് കണ്ടിന്യൂസ് ആയ ഒരു സെന്റൻസ് എഴുതുന്നത്, എങ്ങനെയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയ സെന്റൻസ് എഴുതുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ അത് എളുപ്പമാണ്. അപ്പോ ഞാൻ പറയാം, നിങ്ങളൊരു ഹെഡിങ് എഴുതുക, പ്രസന്റ് കണ്ടിന്യൂസ്. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് ഹെഡിങ് എഴുതി അതിന്റെ അടിയിൽ ഒരു വര വരച്ചു. അതിന് താഴെ എഴുതുക എസ് പ്ലസ് എസ്, വെറുതെ എസ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഈസ് ഒരു വര, ആം ഒരു വര, ആർ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് വി, വി വെർബ് എന്നുള്ളതിന് ഷോർട്ടായിട്ട് വി പ്ലസ് ING. ഓക്കെ, അപ്പൊ ഞാനൊന്നുകൂടി പറയാം. പ്രസന്റ് കണ്ടിന്യൂസ് നമ്മൾ ഹെഡിങ് എഴുതി, ആ സെന്റൻസ് എഴുതേണ്ട രീതിയാണ് താഴെ കൊടുത്തത്. എസ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ING. അല്ല, അവിടെ വെർബിന്റെ കൂടെ ING വരുന്നുണ്ട്. നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസ് ആവുകയും ചെയ്യും. അല്ല, പ്രസന്റ് പാർട്ടിസിപ്പിൾ ആവുകയും ചെയ്യും. നമ്മൾ പറഞ്ഞില്ലേ, പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിന്റെ കൂടെ ING ചേർക്കുന്നതാണ്. അത് ഒരു അജക്റ്റീവ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതൊരു വെർബായിട്ട് ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അത് എളുപ്പത്തിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ടെൻസ് പിടിച്ചാൽ മതി. അപ്പൊ സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ING ആണ്. ഞാൻ എക്സാമ്പിൾ പറയാം. നമുക്ക് വേണമെങ്കിൽ പറയാം, ആരാണ്? ആര്യ എന്ന് പറയുന്ന ഒരാളുടെ പേര്. അപ്പൊ സബ്ജക്റ്റ് ഇനി ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ ഈസി എടുക്കുക. ആര്യ ഈസ് സ്റ്റഡി, പഠിക്കുക. അതിന്റെ കൂടെ ING. ആര്യ ഈസ് സ്റ്റഡിങ്, ആര്യ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അപ്പൊ അതൊരു പഠിക്കുക എന്ന് പറയുന്ന ഒരു വെർബായിട്ടല്ലേ ING ഉള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ആര്യ ഈസ് സ്റ്റഡിങ്. ഇനി ഞാൻ ആ സബ്ജക്റ്റ് ഒന്ന് മാറ്റാണ്, I എന്നാക്കിയാണ്. I ആണെങ്കിൽ അതിന്റെ കൂടെ ആം വരുള്ളൂ, ഈസ് വരില്ല, അറിവില്ല. I am
ടീച്ചിങ് ഇംഗ്ലീഷ് ഗ്രാമർ. ശരിയായില്ലേ? ഐ സബ്ജക്റ്റ്, ആം വെർബ്, ടീച്ച് പ്രസന്റ് ടെൻസ്. എന്റെ കൂടെ ഈ ജോലി ചെയ്ത് ഐ ആം ടീച്ചിങ്, ഞാൻ ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുകയാകുന്നു. ഇനിയിപ്പോ നമുക്ക് വേറൊരു ഉദാഹരണം പറയാം. യു സബ്ജക്റ്റ് ആയി കഴിഞ്ഞാല് ഈസ് വരില്ല, ആം വരില്ല, പിന്നെ എന്താ വരുന്നത്? ആർ. യു ആർ എന്ത് പറയാ? കുക്കിംഗ് അല്ല, കുക്ക് പ്രസന്റ് ടെൻസ് ആണ്. അതിന്റെ കൂടെ ഐ അത്. യു ആർ കുക്കിംഗ് ഫുഡ്, നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ അപ്പൊ അവിടെ നമ്മൾ ഈ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന വാക്ക് എന്തായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഫാത്തിമത്തെ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞേ. Okay, sir. They are playing football. വെരി ഗുഡ്. They are playing football. I am watching TV. I am watching TV. Okay. She is reading book. She is reading book. Okay, ഫാത്തിമത്ത് കൊള്ളാം. വെരി ഗുഡ്. അപ്പൊ അത് Thank you. ഇനി ആര്യ പറഞ്ഞോളൂ. ആര്യ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെച്ചിട്ട് ഒരു 3-4 വാചകം വെച്ച് ഞാനിപ്പോ പറഞ്ഞ പോലെ സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. ആര്യ പറഞ്ഞോളൂ. ഒരു സബ്ജക്ട് പറ, നമുക്ക് കിട്ടും. ഒരു സബ്ജക്ട് പറ, എന്തെങ്കിലും സബ്ജക്ട് പറ. ഒരു സബ്ജക്ട് പറ. ഞാൻ, ഞങ്ങൾ, നിങ്ങൾ, അവർ, ഇവർ, എന്തെങ്കിലും ഒരെണ്ണം പറ. ആദ്യം ഒക്കെ കൂടി നോക്കുമ്പോഴാണ് കിട്ടാതെ. ആദ്യം ഒരെണ്ണം പറ, ഒരു സബ്ജക്ട് ധൈര്യമായിട്ട് പറ. വേണ്ട, ആര്യയുടെ പേര് തന്നെ പറയാം. ആര്യ. ഓക്കെ, അപ്പൊ സബ്ജക്റ്റ് ആര്യ. ആര്യയുടെ കൂടി ഈസ് വരും, ആം വരും, ആറ് വരും. അപ്പൊ ആര്യ ഈസ്. ഇനി ആര്യ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ചിന്തിക്കുക എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തിങ്ക് എന്നാണ്. THINK, തിങ്ക്. അതിന്റെ കൂടെ ഒരു ING ചേർത്ത് അപ്പൊ എന്ത് കഴിയും? തിങ്കിങ്. അല്ലേ? കറക്റ്റ് ആയില്ലേ? കിട്ടണില്ല എന്ന് വിചാരിച്ചിരുന്നാൽ കിട്ടൂല. നമ്മളങ്ങനെ പറഞ്ഞു നോക്കുക. ആര്യ ഈസ് തിങ്കിങ്. ഓക്കെ, അമ്മ ഇപ്പൊ വീട്ടിൽ എന്ത് ചെയ്യണം? അമ്മ പഠിപ്പിച്ചോണ്ടിരിക്കല്ലേ? അപ്പൊ അതൊന്ന് പറഞ്ഞ്. മൈ മദർ is teaching in school. ഓക്കെ, ഇനി വേണമെങ്കിൽ ഒന്നും കൂടി വേണമെങ്കിൽ പരിപോഷിപ്പിച്ച് പറ. മൈ മദർ ഈസ് teaching in school. ഇൻ സ്കൂൾ, അല്ലെങ്കിൽ മൈ മദർ ഈസ് ടീച്ചിങ് ഫിസിക്സ്, കെമിസ്ട്രി. അല്ല, റെഡി ആയില്ലേ? കുട്ടികൾ എന്ത് ചെയ്യണം? കുട്ടികൾ പഠിക്കണം. ഒരാള് 2 വയസ്സുള്ളൂ. ഒരാള് പഠിക്കുകയാണ്, ഒരാൾക്ക് 2 വയസ്സുള്ളൂ. അപ്പൊ 2 വയസ്സുള്ള കുട്ടികൾക്ക് ഇരുന്ന് കളിക്കുകയല്ലേ? അതെ. അപ്പൊ അതൊന്ന് പറഞ്ഞേ. മൈ ചൈൽഡ് ഇൻ പ്ലേയിങ്. അല്ല, മൈ ചൈൽഡ് സബ്ജക്ട് അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് നോക്കി. അതിന്റെ കൂടെ മൈ ചൈൽഡ് ഈസ് പ്ലേയിങ്. ഈസ് പ്ലേയിങ്. അല്ല, കറക്റ്റ് ആയില്ലേ? ഇപ്പൊ അപ്പൊ അതിലേക്ക് പറ്റുമെന്നൊരു കോൺഫിഡൻസ് ആയില്ലേ? അതെ. ഓക്കെ, പറ്റും. നമ്മളെ സബ്ജക്റ്റും വെർബും ഒക്കെ കൂടി ആലോചിച്ചു നമുക്ക് പറയുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകാം. ആദ്യം സബ്ജക്റ്റ് ഞാൻ പറഞ്ഞു, അതിനെ പറ്റിയ ഒരു വെർബ് അതിന്റെ കൂടെ ചേർത്തു. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ചേർത്തു, പിന്നെ ഒരെണ്ണം പറഞ്ഞു. അങ്ങനെ പോവാം. അപ്പൊ ഇത് മനസ്സിലാവാത്ത ആരുമില്ല. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ING എന്ന് പറയുന്ന സംഗതി ഉപയോഗിക്കും. അടുത്ത ഒരു ഹെഡിങ് അത് പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ അടിയിൽ എഴുതുക എസ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ. വാസ് ഒരു വര വരക്ക, വേർ WAS വാസ് ഒരു വര വരച്ചിട്ട് വേർ. വാസ് അല്ലെങ്കിൽ വേർ. അത് കഴിഞ്ഞതിന് ശേഷം വി, വാസ് അല്ലെങ്കിൽ വേറെ പ്ലസ് വി എന്ന് പറഞ്ഞാൽ വെർബിന്റെ ഷോർട്ട് ഫോം ആണ്. അത് കഴിഞ്ഞതിന് ശേഷം പ്ലസ് ING. യെസ്, പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിലും ING എന്ന് പറയുന്ന സംഗതി ചേർക്കും. വേറെ ഒക്കെ ചേർക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പ്രധാനമായിട്ട് രണ്ട് നോക്കിയാൽ മതി. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ് പ്ലസ് ING. പാസ്റ്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, അതിനുശേഷം ING. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഷീ സബ്ജക്റ്റ് ആണ്, അതിന്റെ വാസ് വരും, വേറെ വരും. ഷീയുടെ കൂടെ വാസ് വരും. ഷീ വാസ്. ഡാൻസ് എന്നുള്ളതിന്റെ കൂടെ ഞാൻ ING കൂടി ചേർത്തു. ഷീ വാസ് ഡാൻസിങ്. അല്ല, ഷീ വാസ് ഡാൻസിങ്.
ഇനി അടുത്ത മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയുന്നു. അത് ഞാൻ ഉപയോഗിക്കുന്ന സബ്ജക്ട് ദേ എന്നാണ്. ദേ കഴിഞ്ഞാൽ വാസ് എന്ന് പറയില്ല, വേർന്ന് പറയുള്ളൂ. ഇനി അവരെന്ത് ചെയ്യുകയാണ്? ഏതെങ്കിലും ഒരു വെർബ് പറയാം. അവർ മുറി വൃത്തിയാക്കി. ക്ലീൻ. അതിന്റെ കൂടെ ing കൂടി ചെയ്തത്. ക്ലീനിങ് റൂം. ക്ലീനിങ് ദ റൂം. ഓക്കെ. മഞ്ജുഷ വന്നിട്ടില്ല. ജീന ജീന ഒരു എക്സാമ്പിൾ പറഞ്ഞേ. വാസും വേറും വരാവുന്ന രീതിയിലുള്ള എക്സാമ്പിൾ പറഞ്ഞേ. He was playing football. Football. Correct ആണ്. Yes. പിന്നെ They are watching TV. They are watching TV. They were. They are. Okay. They are എന്നാണല്ലോ. ആറ് വരുമ്പോ പ്രസന്റ് കണ്ടിന്യൂസ്. ശരിയാണത്. അത് പ്രസന്റ് കണ്ടിന്യൂസിൽ പാസ്റ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കാം. They were watching TV. Okay, sir. Okay. അവരോട് പറഞ്ഞോളൂ. They were playing football. Okay, very good. പ്ലെയറിനെ പിടിക്കുന്നത് മാറ്റി പിടിക്കാമായിരുന്നു. ഓക്കെ ജീന, വെരി ഗുഡ്. ഭീഷ്മ പറയുന്ന രണ്ട് എക്സാമ്പിൾ. വാസും വേഗം വരാവുന്ന രണ്ട് എക്സാമ്പിൾ പറഞ്ഞേ. She was cooking. Okay. And they were singing. Okay. അപ്പൊ ഞാൻ ഇത് ഒന്ന് ക്ലോസ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചു പേരെ കൊണ്ടൊക്കെ പറയിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ നമ്മൾ മുന്നോട്ട് പോകാത്തതുകൊണ്ടാണ് ഞാൻ അടുത്തിലോട്ട് ഇങ്ങനെ കിടക്കുന്നത്. ഇത് എളുപ്പമല്ലേ? അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞത് ഒന്ന് ചുരുക്കി പറയുന്നത്. ആ പറഞ്ഞത് ഇതായിരുന്നു. പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിന്റെ ഒരു ഫോമാണ്. പാർട്ടിസിപ്പിളിനെ രണ്ടായിട്ട് വിഭജിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഒന്നിനെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും രണ്ടാമത്തേനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നും പറയുന്നു. അതിന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ തൽക്കാലം മാറ്റിവെച്ചു, പ്രസന്റ് പാർട്ടിസിപ്പിൾ എടുത്തു. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസന്റ് ടെൻസിന്റെ കൂടെ ing ചേർത്തെഴുതുന്ന വാക്കുകളെയാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. അങ്ങനെ ing ചേർത്തെഴുതുന്ന ആ വാക്കുകൾ അല്ലെങ്കിൽ ആ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കേണ്ടത് ഒരു അഡ്ജക്റ്റീവ് ആയിട്ടാണ്. ഒന്നാമത്തെ ഉപയോഗം അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വ്യക്തിയെ, ഒരു സ്ഥലത്തെ, ഒരു സംഗതിയെ, ഒരു വസ്തുവിന്റെ പേരിനെ വിശേഷിപ്പിക്കണം. ഓക്കെ. ഇന്ന് നമ്മൾ പറഞ്ഞത് ഇത് തന്നെ, ഈ പ്രസന്റ് പാർട്ടിസിപ്പിൾ തന്നെ ഒരു വെർബായിട്ട്, ഒരു പ്രവൃത്തിയായിട്ട് ഉപയോഗിക്കണം. അപ്പൊ അങ്ങനെ ഉപയോഗിക്കാനായിട്ടുള്ള എളുപ്പമാർഗമാണ് ഞാൻ പറഞ്ഞത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും നമ്മൾ അറിഞ്ഞാൽ മതി. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസിൽ സബ്ജക്റ്റ് കഴിഞ്ഞ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, പിന്നെ വെർബ്, പിന്നെ ing വേണ്ട. അപ്പൊ വെർബും ing എന്ന് പറയുമ്പോൾ അവിടെ പ്രസന്റ് പാർട്ടിസിപ്പിൾ കയറി വന്നു. ഈ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോഴും സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ing ആണ്. അപ്പൊ അവിടെയും വെർബ് പ്ലസ് ing എന്ന് പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പാർട്ടിസിപ്പിൾ കയറി വന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ക്ലോസ് ചെയ്തത്. ഓക്കെ, വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞതിലോട്ട് വരികയാണ്. പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിന്റെ ഒരു ഫോമാണെന്ന് പറഞ്ഞു. അതിനെ രണ്ടായിട്ട് വിഭജിക്കാമെന്ന് പറഞ്ഞു. ഒന്നിനെ പ്രസന്റ് പാർട്ടിസിപ്പിളും രണ്ടാമത്തേനെ പാസ്റ്റ് പാർട്ടിസിപ്പിളും. പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമുക്ക് പിന്നെ നോക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ മാറ്റി വെച്ചാണ്. ആ സംഗതിയെ ഞാൻ എടുക്കുകയാണ്. നമ്മൾ ഇന്ന് അലകം പിടിയും തിരിച്ച് നോക്കുന്നത് എന്റെയാണ്? പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് പ്രസന്റ് പാർട്ടിസിപ്പിളിന്റെയാണ്. ഈ പ്രാവശ്യം നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കുകയാണ്. ഓക്കെ, വെരി സിമ്പിൾ. ഇത് വളരെ സിമ്പിൾ ആണ്. യെസ്, ഓക്കെ. നമുക്കറിയാം, ഇനി നമുക്കൊന്ന് മനസ്സിലാക്കി, ഒരു വെർബ് എടുത്തു കഴിഞ്ഞാൽ അതിന് 3 ടെൻസ് ഉണ്ട്. ഒന്ന് പ്രസന്റ് ടെൻസ്, അടുത്തത് പാസ്റ്റ് ടെൻസ്, അടുത്തത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ്. വെർബിന്റെ മൂന്നാമത്തെ V1, V2, V3. നിങ്ങള് ഒരു പേപ്പറിൽ ഒരു സ്ഥലത്ത് പ്രസന്റ്, ഒരു സ്പേസ് വിട്ടിട്ട് പാസ്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഹെഡിങ് ഉണ്ട്. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, എന്നിട്ട് പ്രസന്റിന്റെ അടിയിൽ SEND, ഡി ആണ്, ഡോഗ് എന്നുള്ളതിന്റെ ഡി, SEND, സെൻഡ്.
പാസ്റ്റിന്റെ അടിയിൽ SENT, സെന്റ്, SENT. പാസ്റ്റ് പാർട്ടിസിപ്പിളും സെന്റ് തന്നെ, SENT. ഓക്കെ. ഇനി അടുത്തത് പ്രസന്റിന്റെ അടിയിൽ ടേക്ക്, TAKE, ടേക്ക്. പാസ്റ്റ് ടെൻസിന്റെ അടിയിൽ ടുക്ക്, TOK, ടുക്ക്. ഫസ്റ്റ് പാർട്ടിസിപ്പിൾ ടേക്കൻ. വീണ്ടും പ്രസന്റ് ടെൻസിന്റെ അടിയിൽ ലൈക്ക്, LIKE. പാസ്റ്റ് ടെൻസ് ലൈക്ക്, LIKED. പാസ്റ്റ് പാർട്ടിസിപ്പിളും ലൈക്ക് തന്നെ. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഒരു വെർബിന്റെ 3 ടെൻസുകൾ പറഞ്ഞു. ഒന്ന് പ്രസന്റ് ടെൻസ് ആണ്, പിന്നെ പാസ്റ്റ് ടെൻസ് ആണ്, അത് കഴിഞ്ഞതിന് ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. 3 ടെൻസ് നമ്മളിവിടെ പറഞ്ഞു. അതില് ആ മൂന്നാമത് എഴുതിയേക്കുന്നത് അതിന്റെ കീഴിൽ വരുന്നതിനെയാണ് നമ്മളിവിടെ പറഞ്ഞ, നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാറ്റി വെച്ചില്ലേ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ പിന്നെ പറയാന്ന് പറഞ്ഞിട്ട് പ്രസന്റ് പാർട്ടിസിപ്പിൾ അല്ലേ നമ്മൾ പറഞ്ഞോളൂ. ആ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈ സംഗതിയാണ്. ഈ മൂന്നാമത് വരുന്നിട്ടുള്ള ഈ V3 എന്ന് പറയുന്ന അതിന്റെ കീഴിൽ വരുന്ന വാക്കുകളെയാണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെർബിന് 3 ടെൻസ് ഉണ്ടാവും. ഒന്ന് പ്രസന്റ് ടെൻസ്, ഒന്ന് പാസ്റ്റ് ടെൻസ്, അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ആ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ടുള്ള വാക്കുകളെ മൂന്നാമത്തെ V3നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ ടേക്കൻ എന്ന് പറഞ്ഞ വാക്കും ലൈക്ക്ഡ് എന്ന് പറഞ്ഞ വാക്കും SENT, സെന്റ് എന്ന് പറയുന്നതും ഇതെല്ലാം ഏതാണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ കീഴിൽ വരുന്ന വാക്കുകളെയാണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നേരത്തെ നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിളിൽ പഠിച്ചതുപോലെ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ കീഴിൽ വരുന്ന വാക്കുകളെ ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. എന്തായിട്ട് ഉപയോഗിക്കണം? ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വസ്തുവിനെ, ഒരു സംഗതിയെ, ഒരു സ്ഥലത്തെ, ഒരു വ്യക്തിയെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്നതിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു നേരത്തെ എന്താണ് പറഞ്ഞത്? അഞ്ജു ഇസ് എ ഗുഡ് ലേഡി. അഞ്ജു എങ്ങനെയുള്ളതാണ്? നല്ല ലേഡിയാണ്. അപ്പൊ ആ നല്ലത് അതിനെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് ഗുഡ്. അപ്പൊ ഗുഡ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവാണ്. പ്രസന്റ് പാർട്ടിസിപ്പിൾ നമ്മൾ പഠിച്ചപ്പോ പറഞ്ഞു ING ചേർത്ത വാക്ക് ഒരു അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു അഞ്ജു ഈസ് എ ചാമിങ് ഗേൾ എന്ന് പറയാം. അല്ലെ, ചാം എന്നുള്ളതിനെ കൂടി നമ്മൾ ING ചേർത്ത്. അഞ്ജു എങ്ങനെയുള്ള വളരെ ചാമിങ് ആയ പെൺകുട്ടിയാണ് അഞ്ജു. അപ്പൊ അങ്ങനെ ചേർത്ത് നമ്മൾ ഒരു അഡ്ജക്റ്റീവോടെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇവിടെയും ഒരു അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കണം. എന്തെങ്കിലും ഒരു വസ്തുവിനെ, എന്തെങ്കിലും ഒരു സംഗതിയെ വിശേഷിപ്പിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഒരു അഡ്ജക്റ്റീവായിട്ട് ഈ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ കീഴിൽ വരുന്ന വാക്കുകളെ, വെർബുകളെ ഉപയോഗിക്കുന്നത് പറയണം. ഇപ്പൊ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഒന്ന് എഴുതി. ദ കാർ ഈസ് ready. Ready, READY, ready. Ready for sale. SALE, ready for sale. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ നേരത്തെ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചെയ്തില്ലേ? അതിന്റെ ഇടയിൽ ഒരു വാക്ക് USE, യൂസ്. പ്രസന്റിന്റെ ഇടയിൽ യൂസ്. അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? യൂസ്ഡ്, USED, യൂസ്ഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? യൂസ്ഡ് തന്നെയാണ്. യൂസ്ഡ്, യൂസ്, യൂസ്ഡ്, യൂസ്ഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യൂസ്, യൂസ്ഡ്, യൂസ്. ഇനി നമുക്ക് ഈ വിഷയത്തോട്ട് വരാം. ദ കാർ ഈസ് റെഡി ഫോർ സെയിൽ. ഞാനൊരു പരസ്യം കൊടുത്തേക്കാണ്. കാറ് ഈസ് റെഡി, റെഡിയാണ്. ഫോർ സെയിൽ, വിൽപ്പനക്ക് റെഡിയാണ്. അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം ഒരു നൗൺ ആയിട്ട് നിൽക്കുന്നത് എന്താണ്? പേര് പറയുന്നതാണ് കാർ എന്നുള്ളതാണ്. ഞാൻ അവിടെ ഒരു വാക്കുകൂടി ചേർത്തിട്ട്, അതിന് മുമ്പിലൊരു വാക്കുകൂടി ചേർത്തിട്ട് കാർ എന്നുള്ളതിനെ ഒന്ന് എൻലൈറ്റൻ ചെയ്യുക. ഓക്കെ, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാറാണ് വിൽക്കുന്നത്, പുതിയതല്ല. അപ്പൊ യൂസ് ഉപയോഗിക്കുക. അതിന്റെ പാസ്റ്റ് ടെൻസ് യൂസ്ഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും യൂസ്ഡ് ആണ്.
ആ പാസ്റ്റ് പാർട്ടിസിപ്പിളായ യൂസ്ഡ് ഞാൻ എടുത്തു. പാസ്റ്റ് ടെൻസ് അല്ല, പാസ്റ്റ് പാർട്ടിസിപ്പിളായ യൂസ്ഡ് ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ പറയാണ് ദ യൂസ്ഡ് കാർ ഈസ് റെഡി ഫോർ സെയിൽ. ഉണ്ടാ, അപ്പൊ കാർ എന്നുള്ളത് വിശേഷിപ്പിക്കുന്നത് എന്താണ്? യൂസ്ഡ് എന്ന് പറഞ്ഞ വാക്കാണ്. ആ യൂസ്ഡ് എന്ന് പറഞ്ഞ വാക്ക് ഏതാണ്? പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ കീഴിൽ വരുന്നത്. ഇതാണ് ഇങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു വാക്ക് ഉപയോഗിക്കാം. ആ ഉപയോഗിക്കുന്ന വാക്ക് ഏതായിരിക്കണം? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കണം. അത് എന്തിനെങ്കിലും വിശേഷിപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. യെസ്. ഇനി നമുക്ക് വേണമെങ്കിൽ പറയാം, വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ വീടിന്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ക്ലോത്ത്സ് ആർ ഓൺ ദ ടേബിൾ. തുണി മുഴുവൻ എവിടെ കിടക്കുകയാണ്? ഡൈനിങ് ടേബിളിൽ മുകളിൽ കിടക്കുകയാണ് അല്ലെ? ക്ലോത്ത്സ് ആർ ഓൺ ദ ടേബിൾ അല്ലെ? വസ്ത്രങ്ങൾ ആകുന്നു ഓൺ ദ ടേബിൾ, മേശപ്പുറത്താകുന്നു. ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് മുഷിഞ്ഞ വസ്ത്രങ്ങളല്ല, വാഷ് ചെയ്ത വസ്ത്രങ്ങളാണ്. അപ്പൊ നോക്കിയേ, വാഷ് പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വാഷ്ഡ്, WASH. പാസ്റ്റ് പാർട്ടിസിപ്പിളും വാഷ്ഡ് തന്നെയാണ്. അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ വാഷ്ഡ് ഞാൻ എടുത്തു. എന്നിട്ട് പറയണേ വാഷ്ഡ് ക്ലോത്ത്സ്, അലക്കിയ വസ്ത്രങ്ങൾ. അപ്പൊ വസ്ത്രങ്ങൾ എന്താ വിശേഷിപ്പിക്കുന്നത്? അലക്കിയ എന്ന് പറഞ്ഞ വാക്കുകൊണ്ടാണ്. അത് ഒരു വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. വാഷ്ഡ് ക്ലോത്ത്സ് ആർ ഓൺ ദ ടേബിൾ. അലക്കിയ വസ്ത്രങ്ങളാണ് എവിടെ കിടക്കുന്നത്? മേശപ്പുറത്ത് കിടക്കുന്നത്. ഫാത്തിമത്തെ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ച് വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കണം. ആ ഉപയോഗിക്കുന്നത് ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ വേണം. അപ്പൊ ഓരോരുത്തരെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അത് നൗണിന്റെ കൂടെ തന്നെ ഉപയോഗിക്കണ്ട സർ? നൗണിന്റെ കൂടെ തന്നെ, നൗണിനെ വിശേഷിപ്പിച്ചാണ് അഡ്ജക്റ്റീവ് ആവുന്നത്. യെസ്, ഐ വിൽ ട്രൈ. ഓക്കെ, നിങ്ങൾക്ക് ട്രൈ. ഭാവിയിലെ നല്ല ഗ്രാമർ പഠിപ്പിക്കേണ്ട അധ്യാപിക. ഓരോരുത്തരെ ആലോചിച്ച് ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ പറയാട്ടെ, സാറേ ഞാനിതൊന്ന് പറഞ്ഞു നോക്കാം. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. നിങ്ങൾ അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യണ്ട, കേട്ടായിരിയ. തെറ്റിക്കോട്ടെ, തെറ്റ് പറ്റും. അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യണ്ട. ഞാൻ തെറ്റ് പറ്റുന്നതിനൊന്നും കുറ്റം പറയില്ല. കാരണം അറിയാം, മണ്ഡലാണെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് പറഞ്ഞയച്ച മനുഷ്യനാണ് ഐസക് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആ ആൽബർട്ട് ഐൻസ്റ്റീന്റെ കണ്ടുപിടുത്തങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോ മെസ്റ്റ് ടേബിൾ ഈസ് സ്മെല്ലി. അപ്പൊ മെസ്റ്റ് ടേബിൾ, മെസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? നമ്മളെ ആ വാക്കിന്റെ പ്രസന്റൻസും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു. മെസ്ഡ് ഇന്ത്യ. അതൊക്കെ അത് എപ്പോഴും ഓർമ്മയുണ്ടാകണം. അതിന്റെ പ്രസന്റൻസ് എന്താണ്, പാസ്റ്റ് ടെൻസ്. എന്നാലും നമുക്ക് അത് വെർബാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഗുഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗുഡ് ടേബിൾ എന്ന് പറയാം. പക്ഷെ ഗുഡ് എന്ന് പറയുമ്പോൾ അത് ഒരു വെർബല്ല, നല്ലതായ. ഞാൻ നേരത്തെ പറഞ്ഞു യൂസ് എന്നുള്ളതിനെ യൂസ്, യൂസ്ഡ്, യൂസ്ഡ് പറയാൻ പറ്റും. വാഷ്, വാഷ്ഡ്, വാഷ്ഡ് പറയാൻ പറ്റും. യെസ്, വേറെ ആർക്കെങ്കിലും കിട്ടിയോ? ഞാൻ പറയാം. ഓക്കെ, ദില്ല പറയാം. ദില്ല കഴിഞ്ഞ ശേഷം എന്തെങ്കിലും. The wet plants are destroyed. നനഞ്ഞ മരങ്ങളെല്ലാം നശിപ്പിക്കും. The നനഞ്ഞ wet plants are destroyed. വെറ്റ് പ്ലാന്റ്സ് ആർ ഡിസ്ട്രോയിഡ്. ഓക്കെ, വെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നനഞ്ഞ, നനഞ്ഞതായ, നനക്കുക എന്ന് അർത്ഥമുണ്ട് കേട്ടോ. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇനി ഇതിന്റെ പറയാൻ പോയ എന്താണ്? I send a message for my friend. I send a message for my friend. ഓക്കെ, അതിനകത്ത് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ച വാക്ക് ഏതാണ്? ഇതിന്റെ അഡ്ജക്റ്റീവ് ആണോ? അഡ്ജക്റ്റീവ് വേണം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്ക് അഡ്ജക്റ്റീവ് ആയിരിക്കാം. ഓക്കെ, ഓക്കെ, ഓക്കെ. അമൃത പറയാം. The cleaned vessels are in the rack. വെരി ഗുഡ്. ക്ലീൻ, ക്ലീൻ വൃത്തിയാക്കുക. അതിന്റെ പാസ്റ്റൻസ് ആണ് ക്ലീൻ. പാസ്റ്റ് പാർട്ടിസിപ്പിളും ക്ലീൻ ആണ്. ആ വെസൽ, പാത്രങ്ങളൊന്ന് വിശേഷിപ്പിക്കുന്നു, വൃത്തിയാക്കിയ പാത്രങ്ങൾ. ഓക്കെ, അമൃത വെരി ഗുഡ്. The cleaned vessels, ഞാൻ വരാം ഫാത്തിമ. The cleaned vessels are on the rack. വൃത്തിയാക്കിയ പാത്രങ്ങൾ റാക്കിൽ.
യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഇനി ഫാത്തിമ പറഞ്ഞോളൂ. Eaten food is yummy. ഈറ്റൻ Food is yummy. എന്ന് വെച്ച് ഉദ്ദേശിച്ചത് എന്താണ് ഫാത്തിമ? കഴിച്ച ഭക്ഷണം നന്നായിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഉദ്ദേശിച്ചത്? UNG? Yummy, yummy, tasty. ഓക്കെ. ഈറ്റൻ ഫുഡ് ഈസ് ടേസ്റ്റി. ഓക്കെ. ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്ത ആരാണ്? പറഞ്ഞു അഞ്ചു. Cooked foods are ready to serve. വെരി ഗുഡ്. കുക്ക്ഡ് ഫുഡ്, വെരി ഗുഡ്. കുക്ക് പാകം ചെയ്യുക. അതിന്റെ പാസ്റ്റൻസ് ആണ് കുക്ക്ഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും കുക്ക്ഡ് തന്നെ. അപ്പൊ ആ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വാക്കുകൾ കുക്ക്ഡ് ഫുഡ് ആർ റെഡി ടു സെർവ്. പാകം ചെയ്ത ഭക്ഷണം എന്നുള്ളതിനെ വിശേഷിപ്പിക്കുക. എങ്ങനെയുള്ള ഭക്ഷണം? പാകം ചെയ്ത ഭക്ഷണം, റെഡി ടു സെർവ്, കൊടുക്കാൻ റെഡിയാണ്. ഓക്കെ, വെരി ഗുഡ് അഞ്ചു. യെസ്, ഇനി ആർക്കെങ്കിലും? Sir, I liked Malayalam songs very much. I liked Malayalam songs very much. ഓക്കെ, അനീറ്റ പറഞ്ഞ സെന്റൻസ് കറക്റ്റ് ആണ്, അതിൽ തെറ്റൊന്നുമില്ല. ഇതിനകത്ത് ഐ ലൈക്ക്ഡ്, LIKED ലൈക്ക്ഡ് എന്നല്ല പറഞ്ഞത്. അതെ സർ, അതാണ് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിച്ചത്. അതെ. അപ്പൊ ആ അഡ്ജക്റ്റീവ് വിശേഷിപ്പിച്ചത് ഏതിനാണ്? ഞാൻ ഇഷ്ടപ്പെട്ടു. സോങ്സിനെ, മലയാളം സോങ്സിനെ. ലൈക്ക് എന്നുള്ളതിന്റെ അല്ലേ സാറേ ലൈക്ക്ഡ് വരുന്നത്? ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്. അതെ, ഐ ലൈക്ക്. അതിന്റെ വന്നപ്പോ എന്ത് പറ്റുന്നത്? ഈ ലൈക്ക് എന്ന് പറയുന്ന സംഗതി അഡ്ജക്റ്റീവ് ആയിട്ടുള്ള വെർബായിട്ടും ഞാൻ ഇഷ്ടപ്പെട്ടു. അത് ഒരു വേറെ രീതി പറയാം. എന്റെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, അങ്ങനെ വല്ല. അത് സെന്റൻസ് കറക്റ്റ് ആണ്, പക്ഷെ അത് വെർബായിട്ടായിപ്പോയി. ഒന്നുകൂടെ പറഞ്ഞ സാർ, എനിക്ക് മനസ്സിലായില്ല. എന്റെ ഇഷ്ടപ്പെട്ട സോങ്ങുകൾ മലയാളമാണ്. ഞാൻ മലയാളം സോങ്ങുകൾ ഇഷ്ടപ്പെട്ടു എന്നായിപ്പോയി പറഞ്ഞത്. അത് മാറ്റിയിട്ട് എന്റെ ഇഷ്ടപ്പെട്ട സോങ്ങുകൾ മലയാളമാണ് എന്നുള്ള രീതിയിൽ വന്ന് കറക്റ്റ്. ഇപ്പൊ അനീറ്റ പറഞ്ഞപ്പോ എനിക്കിഷ്ടം മലയാള സോങ് എന്നാണ്. അത് ഇങ്ങനെ വല്ല പാട്ടുകളെ വിശേഷിപ്പിക്കുന്നു. എനിക്കിഷ്ടപ്പെട്ട സോങ്ങുകൾ മലയാളമാണ്. ആ രീതിയിൽ ഒന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ കറക്റ്റ്. ഓക്കെ, അഖില എന്താ പറയാൻ പോയെ? ഞാൻ പറയട്ടെ സാർ? പറഞ്ഞോ അപർണ. The baked cake is ready for sale. വെരി ഗുഡ്. ബേക്ക്, അതിന്റെ പാസ്റ്റൻസ് ആണ് ബേക്ക്ഡ്. ഫസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ബേക്ക്ഡ്. കേക്ക് എന്നുള്ളത് വിശേഷിപ്പിക്കുക. എങ്ങനെയുള്ള കേക്ക്? ബേക്ക് ചെയ്ത കേക്ക്. നേരത്തെ ഒരാളവിടെ കുക്ക്ഡ് ഫുഡ് പറഞ്ഞപ്പോ ആ കുക്ക്ഡ് മാറ്റിയിട്ട് തന്ത്രപൂർവ്വം ആ പറഞ്ഞ കൊണ്ടുവന്ന് ബേക്ക്ഡ് ചേർത്ത് വിൻ ചെയ്തു. ഓക്കെ, അവരുടെ കറക്റ്റ് ആണ്. ബേക്ക്ഡ് ഫുഡ് ഈസ് റെഡി ഫോർ സെയിൽ. പറയൂ. ജീന പറഞ്ഞു. ജീനക്ക് കഴിഞ്ഞതിന് ശേഷം റോഷനോട്ട് വരാം. ജീന പറഞ്ഞു. They given a gift for wedding anniversary. Correct ആണ്. They given. ചെറിയ മിസ്റ്റേക്ക് കിടപ്പുണ്ട്. എന്താണ് ഉദ്ദേശിച്ചത്? They are given. ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു എന്നാണ് ഉദ്ദേശിച്ചത്. ആര് കൊടുത്തു എന്നാണ്? അവര് അവിടെ പേര് വരണമായിരുന്നോ? അല്ല, അവര് വെഡിങ് ആനിവേഴ്സറി ഓക്കെ, അതിൻ്റെ അകത്തും ഒരു മിസ്റ്റേക്ക് ഉണ്ട് ആദർശ. ഇതിന് ഉദ്ദേശിച്ചത് അവര് വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു ഇതല്ല ഉദ്ദേശിച്ചത്. അവർ എന്നുള്ളതിന് കൊടുത്തു എന്നുള്ളതിന് ഗെയിം. എന്ത് കൊടുത്തു? എ ഗിഫ്റ്റ്. ഫോർ വെഡിങ് ആനിവേഴ്സറി. They gave a gift for wedding anniversary. അങ്ങനെയാണ് സെന്റൻസ് വരിക കറക്റ്റ് ആയിട്ട് വരുമ്പോൾ. അപ്പൊ നമുക്ക് വേണ്ടത് ഒരു വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നൗണിനെ വിശേഷിപ്പിച്ചു. അത് പറഞ്ഞതിന് തെറ്റില്ല, പക്ഷെ അത് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, കറക്റ്റ് ഇതാണ്. ഓക്കെ. പറയൂ. രോഹിണി കഴിഞ്ഞതിന് ശേഷം സുരമ്യനോട്. രോഹിണി നേരത്തെ ഒരു ചാൻസ് ചോദിച്ചാണ്. രോഹിണിക്ക് ശേഷം സുരമ്യ. ഓക്കെ, Liked flowers are on the garden. Okay. Very good.
വെരി ഗുഡ്. ഓക്കെ റോഷ്നി. അനീറ്റ പറയുന്നു ഐ വാഷ്ഡ് മൈ ക്ലോത്ത്സ് യെസ്റ്റർഡേ. ഇത് കറക്റ്റ് സെന്റൻസ് ആണ്, പക്ഷെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ അത് വന്നിട്ടില്ല. ഓക്കെ സുരമ്യ പറഞ്ഞോളൂ. Sir, I taken classical book in the bookshelf. ഓക്കെ ഐ ടേക്കൻ ക്ലാസിക്കൽ ബുക്ക്. അതിന്റെ അകത്ത് സുരമ്യ ഉദ്ദേശിച്ച അഡ്ജക്റ്റീവ് ഏതാണ്? ക്ലാസിക്കൽ അല്ലെ? ക്ലാസിക്കൽ പറഞ്ഞില്ലേ? ഓക്കെ അത് കറക്റ്റ് ആണ്, ആ സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ ഈ ക്ലാസിക്കൽ എന്നുള്ളതിന്റെ അതായത് നമുക്ക് എക്സാമ്പിൾ പറയാം. ടേക്ക് ടുക്ക് ടേക്കൻ, ലൈക്ക് ലൈക്ക്ഡ് ലൈക്ക്ഡ് എന്ന് പറയാം. ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ 3 ടെൻസ് പറയാൻ പറ്റും. ക്ലാസിക്കൽ ഓൾറെഡി നെഗറ്റീവ് ആണ്, അപ്പൊ അതിന് 3 ടെൻസ് പറയാൻ പറ്റില്ല. അപ്പൊ അത് സെന്റൻസ് അഡ്ജക്റ്റീവ് ആണ്, സെന്റൻസ് കറക്റ്റ് ആണ്. പക്ഷെ നമ്മൾ ഇവിടെ പറഞ്ഞ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ കീഴിൽ വരുന്ന ഒരു വാക്ക് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത്. സർ അതെനിക്ക് മനസ്സിലായില്ല. ടേക്കൻ എന്ന് പറഞ്ഞാൽ ആയില്ലേ പാർട്ട് അല്ല പാസ്റ്റ്. അപ്പൊ ഐ ടേക്കൻ ആയില്ലേ? അപ്പൊ ശരിയായില്ലേ? അത് വരില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഐ ടേക്കൻ എന്നൊരിക്കലും പറയില്ല. ഐയുടെ കൂടെ ഹാസ് അല്ലെങ്കിൽ ഹാവ്, അത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ ടെൻസിലാണ് വരുന്നത്. ഐ ഹാവ് ടേക്കൻ ആണ് കറക്റ്റ്. ഐ ഹാവ് ടേക്കൻ അത് അങ്ങനെ പറയാമോ? ഐ ഹാവ് ടേക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഐ ഹാവ് ഗോൺ ഞാൻ പോയിട്ടുണ്ട്. ഐ ഹാവ് തോട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഐ ഹാവ് മിസ്റ്റേക്കൻ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആ ഐയുടെ കൂടെ ഐ ടേക്കൻ എന്ന് പറയില്ല, ഹാവും കൂടി വരണം, എന്നാലാണ് കറക്റ്റ് സെന്റൻസ് ആണ്. അപ്പൊ കറക്റ്റ് ആവോ സർ? ഐ ഹാവ് ടേക്കൻ. അത് എന്ത് പറ്റൂല, അപ്പൊ അത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസ് ആയിട്ട് മാറും. ഓക്കെ അത് സെന്റൻസ് കറക്റ്റ് ആണ്, പക്ഷെ നമ്മൾ ഈ പറഞ്ഞത് വരില്ല. മറിച്ച് എന്താ വരും? പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ്. നമ്മൾ അടുത്തത് ഇത് ഇപ്പൊ നമ്മള് ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന അതിന്റെ കീഴിൽ വരുന്നത് എക്സൈറ്റഡ് ഡോഗ്. ഓക്കെ 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 ബ്രോക്കൺ വിൻഡോ. ഓക്കെ ഓക്കെ ബ്രോക്കൺ വിൻഡോ ബ്രേക്ക് ബ്രോക്ക് ബ്രോക്കൺ. ഓക്കെ 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 ഞാൻ ഒന്ന് പറഞ്ഞോട്ടാ. പറഞ്ഞോളൂ. ബീറ്റൻ ഹാർട്ട് ഈസ് ഫിൽഡ് വിത്ത് ലവ്. ഓക്കെ ഓക്കെ കറക്റ്റ് ആണ്. Sir, dancer trees are amazing the nature. ഒന്നുകൂടി പറഞ്ഞേ. Dancer trees are amazing the nature. ഞാൻ ആദ്യത്തെ വാക്ക് കറക്റ്റ് എനിക്ക് കിട്ടിയില്ല, എലിജിബിൾ ആയില്ലേ? Danced. ഓക്കെ ഓക്കെ ഡാൻസ് അല്ലേ? ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ്. ഡാൻസ് പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് ഡാൻസ്ഡ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡാൻസ്ഡ് ആണ്. ഓക്കെ ഓക്കെ അത് കറക്റ്റ് ആണ്. ഞാൻ പറയട്ടെ സാർ? The neglected house was covered in ivy. The neglected house covered in ivy. ഓക്കെ ഓക്കെ കറക്റ്റ് ആണ്. കറക്റ്റ്. നെഗ്ലെക്ട് എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ നെഗ്ലെക്ട്. നെഗ്ലെക്ട് ഒഴിവാക്കിയ വീട്. ഓക്കെ ഓക്കെ കൂടി പറയട്ടെ സാർ, ഞാൻ തന്നെ എഴുതി നോക്കിയതാ കറക്റ്റ് ആണോന്ന് അറിയാൻ വേണ്ടിട്ട്. She offered a bowl of roasted peanut to the guest. ഈ ഓഫേർഡ് അവൻ നൽകി, ഓഫർ ചെയ്തു. എ ബൗൾ ഓഫ് roasted peanut to the guest. roasted peanut. റോസ്റ്റ് എന്ന് പറഞ്ഞ വാക്കിന് വറക്കുക എന്ന് അർത്ഥമുണ്ട്. അപ്പൊ അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ റോസ്റ്റഡ്. കറക്റ്റ് ആണ്. റോസ്റ്റഡ് പീനട്ട്. ഓക്കെ 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 ജീന പറഞ്ഞോളൂ. He published a book yesterday. ഓക്കെ ഇത് കറക്റ്റ് സെന്റൻസ് ആണ്. ഓക്കെ അവൻ ഇന്നലെ പ്രസിദ്ധീകരിച്ചു. He published a book yesterday. ഇത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി. നോക്കി അവൻ പ്രസിദ്ധീകരിച്ചു. അപ്പൊ ആ പബ്ലിഷ്ഡ് എന്ന് പറയുന്ന വാക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്, അത് പാസ്റ്റ് ടെൻസ് ആണ്. അത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ക്രിയ. അവൻ പ്രസിദ്ധീകരിച്ചു. എന്ത് പ്രസിദ്ധീകരിച്ചു? ഒരു ബുക്ക്. എപ്പോ പ്രസിദ്ധീകരിച്ചു? ഇന്നലെ. അതൊരു സെന്റൻസ് കറക്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസ് ആയിപ്പോയി. നമുക്ക് വേണ്ടത് ഈ പബ്ലിഷ്ഡ് എന്ന് പറയുന്ന വാക്ക് എന്തായിട്ട് വരും? ഒരു അഡ്ജക്റ്റീവ് ആയിട്ട് വരും. ആ സെന്റൻസിൽ മാറ്റി പറയാം. ദ പബ്ലിഷ്ഡ് ബുക്ക്, പ്രസിദ്ധീകരിച്ച പുസ്തകം ഈസ് ഗുഡ്. അതായത് ദ
പബ്ലിഷ്ഡ് ബുക്ക് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് അല്ല അപ്പൊ കറക്റ്റ് ആയിരുന്നു. ആ ബുക്കിന് ശേഷം പബ്ലിഷ്ഡ് പ്രസിദ്ധീകരിച്ച പുസ്തകം. ഓക്കെ ശേഷം ഞങ്ങള് സബ്ജക്റ്റിന്റെ കൂടെ മാത്രമാണോ ചേർന്ന് വരുന്നേ? ഒബ്ജക്റ്റിന്റെ കൂടെ വരത്തില്ല? ഒബ്ജക്റ്റിന്റെ കൂടെ നൗൺ ആയിരിക്കുമെന്ന് മാത്രമേ. സബ്ജക്റ്റ് ആവാം, ഒബ്ജക്റ്റ് ആവാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോ ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അതിന്റെ ഒരു ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ കീഴിൽ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന V3 എന്ന് പറയുന്നതിന്റെ കീഴിൽ വരുന്ന വാക്കുകൾ ഒരു അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ ഒന്നാമത്തെ ഉപയോഗം. രണ്ടാമതിന് വേറെ ഉപയോഗം കൂടിയുണ്ട്. അത് എന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിൽ വെർബായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ മൂന്നാമത്തെ ഫോം V3 എന്ന് പറയുന്ന ഫോം ഒരു വെർബായിട്ട് ഒരു ആക്ഷൻ ആയിട്ട് ഒരു പ്രവൃത്തിയായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ അകലയിലോട്ടൊന്നും പോകണ്ട. നമ്മളൊരു കാര്യം ചെയ്താൽ മതി. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസും നോക്കിയാൽ മതി. നേരത്തെ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും എഴുതിയതുപോലെ ഹാസും ഹാവും കയറി വരുന്നത് പ്രസന്റ് പെർഫെക്റ്റിലും പാസ്റ്റ് പെർഫെക്റ്റിലാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പൊ നിങ്ങൾ ഹെഡിങ് എഴുതി പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ എഴുതുക എസ് പ്ലസ് ഹാസ് ഓർ ഹാവ്. ഹാസ് ഇട്ടിട്ട് ഒരു ലൈൻ വരക്കുക, ഹാവ്, ഹാസ് ഓർ ഹാവ്. അത് കഴിഞ്ഞതിന് ശേഷം വി വെർബ് എന്നിട വി. എന്നിട്ട് ബ്രാക്കറ്റില് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നോ PP എന്നോ എഴുതിയിട. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കട്ടെ. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിൽ നമ്മളൊരു വാചകം എഴുതുമ്പോൾ ആദ്യം സബ്ജക്റ്റ് എഴുതും, പിന്നെ ഹാസ് അല്ലെങ്കിൽ ഹാവ് എഴുതും, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതും, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കും. ഇതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ പ്രത്യേകത. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മളോട് പറയുന്നത് മൂന്നാമത്തെ ഫോം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലേ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആദ്യം ഞാൻ പറഞ്ഞ ഒരു അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞു. രണ്ടാമത്തെ ഉപയോഗമാണ് അതൊരു വെർബായിട്ട് ഒരു പ്രവൃത്തിയായിട്ട് ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പൊ ഇവിടെ ഞാൻ എക്സാമ്പിൾ പറയാം. സബ്ജക്റ്റ് ഐയുടെ കൂടെ ഹാവ് ഒരു ഹാസ് ഒരു ഹാവ്, ഐ ഹാവ്. ഇനി ഒരു വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഐ ഹാവ് ടേക്കൻ ദ ബുക്ക്, ഐ ഹാവ് പബ്ലിഷ്ഡ് ദ ബുക്ക്. കറക്റ്റ് ആണ്. അപ്പൊ അവിടെ ഉപയോഗിക്കുന്നത് എന്തായിട്ടാണ്? വെർബായിട്ടാണ്. അപ്പൊ നേരത്തെ ജീന ഇങ്ങനെയാണ് പറഞ്ഞത്, സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് വേറെ എക്സാമ്പിൾ പറയാം. ഷീയുടെ കൂടെ ഹാസ് ഒരു ഹാവ് ഒരു ഹാസ് വരും. സിംഗ് പാടുക, പാസ്റ്റ് ടെൻസ് സാങ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ സങ്, SUNG. ഷീ ഹാസ് സങ് എ സോങ്. അവളൊരു പാട്ട് പാടി കഴിഞ്ഞിട്ടുണ്ട്. കണ്ട, അങ്ങനെയും വരാം. അപ്പൊ സബ്ജക്റ്റ് ഉപയോഗിച്ചു, ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിച്ചു, അത് കഴിഞ്ഞ് പിന്നെ ഉപയോഗിക്കുന്ന വെർബ് ആണെങ്കിൽ ആ വെർബിന്റെ ടെൻസ് എന്തായിരിക്കണം? മൂന്നാമത്തെ ഫോം ആയിരിക്കണം. യെസ്, അങ്ങനെയുള്ള ഒന്ന് രണ്ട് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞേ. Sir, he has delivered an online order. ഓക്കെ, പറഞ്ഞോ, ക്ലിയർ ആയില്ല, ഒന്നുകൂടി ലെജിബിൾ ആയിട്ട് പറഞ്ഞോ. He has delivered a online order. Okay, we have delivered an online order. Very good, very good. Reshma പറഞ്ഞോളൂ. Cat has eaten fish. Okay. Eaten fish. Okay. Reshma പറഞ്ഞോളൂ. She has came here. അവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. I have finished my homework. ഗാഥ ശരിയാണ്. ഓക്കെ, രേഷ്മ കം വരിക പ്രസന്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് എന്താണ്? കെയും. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? അത് കം തന്നെയാണ്. കേട്ടാ, തന്നെയാണ്. അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ കീഴിലുള്ള നമ്മൾ ഉപയോഗിക്കട്ടെ. അപ്പൊ അവിടെ ഭീഷ്മ പറയുന്ന കം എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസിന്റെ കം അല്ല, ഇതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ കം. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അടുത്തത്. My daughter has liked donuts. Okay, very good, Amrita. I have liked the ice. I have liked The ice cream. Okay. Very good. Okay, ശരിയാണ്.
ഇവിടെ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് കറക്റ്റ് ആകും, അങ്ങനെ നിങ്ങൾക്ക് അറിയാതെ ആ അഡ്ജക്റ്റീവായിട്ട് പറയേണ്ട സ്ഥലത്ത് വന്നപ്പോഴാണ് നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ പറ്റിയത്. മൂന്നാമത്തെ ഫോം V3 എന്ന് പറയുന്ന ഫോം അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കേണ്ട സ്ഥലത്താണ് ഒന്ന് രണ്ട് പേർക്ക് അവരൊക്കെ പറഞ്ഞു ആൻസർ. പക്ഷെ അവർ പറഞ്ഞത് ഈ സാധനമാണ്, ഇപ്പൊ അവൻ പറഞ്ഞ സംഗതിയാണ് പറഞ്ഞത്. ഓക്കെ, വേറെ ഞാൻ ഇനി ആർക്കെങ്കിലും എക്സാമ്പിൾ പറഞ്ഞു നോക്കണമെന്നുണ്ടെങ്കിൽ പറയാം. യെസ്, അന്ന് നമുക്ക് പറയൂ. ഡു യു ഹാവ് കാറ്റ്സ് അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല, അവിടെ വേറെ കുഴപ്പം കൂടിയുണ്ട്. ഡു യു ഹാവ് ക്യാഷ് എന്ന് പറഞ്ഞ സെന്റൻസ് കറക്റ്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ? അപ്പൊ ഇതിൻ്റെ അകത്ത് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതാണ് ഉപയോഗിച്ചേക്കണേ? മൂന്നാമത്തെ ഫോം ഉപയോഗിച്ചേക്കണേ ഏതാണ്? ക്യാഷ് എന്നല്ല പറയുന്നത്, ക്യാറ്റ് എന്നാണ്. ഡു മാറേണ്ടി വരും അല്ലേ? അല്ല, ജ്യോതി ഇപ്പൊ പറഞ്ഞതില് ജ്യോതിയുടെ ഒരു ചിന്തയില് വെർബിന്റെ മൂന്നാമത്തെ ഫോമായിട്ട് വന്നേക്കണ ഏതാണ്? ഡു യു ഹാവ് ക്യാഷ് എന്ന് പറഞ്ഞ സംഗതിയില് ഏതാണ്? ക്യാഷ് എന്ന് പറഞ്ഞ ഒരു പേരല്ലേ, ഒരു സംഗതിയല്ലേ, അതിന് നമുക്ക് പറയാൻ പറ്റില്ല. വി ഹാവ് ഓപ്പൺഡ് ഓൾ വിൻഡോസ്, ഓൾറെഡി അനീറ്റ കറക്റ്റ് ആണ്. യെസ്, അപ്പോ അതിന്റെ ടെൻഡൻസ് കറക്റ്റ് ആണ് ജ്യോതി. പക്ഷേ അതിൻ്റെ അകത്ത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ വരില്ലത്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ വരണമെന്നുണ്ടെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഫോം തന്നെ ഉപയോഗിക്കണം, V3. ഓക്കെ, അതിന് ആരാണ് അടുത്തത്? പറഞ്ഞോളൂ ആര്യ. We have a my husband conference call meeting. We have a my husband conference call meeting. അതിന്റെ അതും ചെറിയ വി ഹാവ് ഒരു എ വരുമ്പോ ഞങ്ങൾക്കൊരു സംഗതിയുണ്ട് എന്നാണ്. ഹാവ് കഴിഞ്ഞാൽ പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, എ ഒന്നും പാടില്ല, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വി കട്ട് കേക്ക് എന്ന് പറയുന്നത് കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, he has started a business. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. വി ഹാവ് സ്റ്റാർട്ടഡ് എ ബിസിനസ്, കറക്റ്റ് ആണ്. വി ഹാവ് സ്റ്റാർട്ടഡ് എ ബിസിനസ്. സാൽമ, I have done all my homework. കറക്റ്റ് ആണ്. I have done all my homework, കറക്റ്റ് ആണ്. ഓക്കെ. They have made birthday cake for their friend. ഓക്കെ, they have made എന്ന് പറഞ്ഞപ്പോൾ തന്നെ കറക്റ്റ് ആയി. ഓക്കെ. ഫാത്തിമത്തെ പറഞ്ഞോളൂ. ഞാൻ തന്നെ പറഞ്ഞു. I have no exam tomorrow. I have no exam tomorrow. വെർബിന്റെ മൂന്നാമത്തെ ഫോം ഏതാണ്? I have no exam tomorrow. സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ പറഞ്ഞ ശരി. ഞാൻ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് നോക്കണത്. പറയൂ. We have eaten delicious food last night. ഓക്കെ, കറക്റ്റ് ആണ്. പക്ഷെ ഇതിനകത്ത് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കൂടെ എന്താ പറയാ, സെന്റൻസ് കറക്റ്റ് ആണ്. ഈ ഹാസോ ഹാവോ വരുന്ന സംഭവം ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഗ്രീഷ്മയുടെ വീട്ടിൽ വരെയാണ്. ഗ്രീഷ്മയുടെ ഭർത്താവ് എവിടെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഗ്രീഷ്മക്ക് രണ്ട് രീതിയിൽ മറുപടി പറയാം. ഹി വെന്റ് ടു മാർക്കറ്റ്, ഹി ഹാസ് ഗോൺ ടു മാർക്കറ്റ്. ഇത് ശ്രദ്ധിക്കണം, എല്ലാവരോടാണ് പറയുന്നത്. ഞാൻ ഗ്രീഷ്മയുടെ വീട്ടിൽ വരുന്നു, ഗ്രീഷ്മയോട് ചോദിക്കുന്നു എവിടെ ഹസ്ബൻഡ് എവിടെ, അപ്പൊ പറയുന്നു ഹി വെന്റ് ടു മാർക്കറ്റ്, അവൻ മാർക്കറ്റിൽ പോയി. ഹി ഹാസ് ഗോൺ ടു മാർക്കറ്റ്. ഇത് രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. ഹി വെന്റ് ടു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പോയിട്ട് ഒരുപാട് നേരമായി. അത് ചിലപ്പോൾ ഇന്നലെ പോയതായിരിക്കാം. മാർക്കറ്റ് അപ്പൊ മാറ്റണോട്ടാ, വെന്റ് ടു ഹിസ് ഹൗസ് എന്നോ വേറെ എന്തെങ്കിലും മാറ്റാം. ഓക്കെ, അപ്പൊ ആ വെന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അത് പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ അപ്പൊ ഗ്രീഷ്മ എന്നോട് പറയുന്നത് ഹി വെന്റ് ടു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കണം എന്താണ്, പോയിട്ട് കുറെ നേരമായി. നേരെ മറിച്ച് ഗ്രീഷ്മ പറയുന്നത് ഹി ഹാസ് ഗോൺ ടു മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എനിക്ക് മനസ്സിലായി പോയിട്ട് അധിക നേരമായിട്ടില്ല, ഇപ്പൊ എപ്പാട് പോയത്. അപ്പൊ ഞാൻ ഒന്ന് വേഗത്തിൽ നടന്നാൽ ഭീഷ്മയുടെ ഭർത്താവിനെ കാണാം കേട്ടോ. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് പാസ്റ്റ്, തൊട്ട് മുമ്പ് നടന്ന സംഭവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ ടെൻസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതിവിടെ ഗ്രീഷ്മ പറഞ്ഞപ്പോ അതിൻ്റെ അകത്ത് ഒരു ലാസ്റ്റ് നൈറ്റ് കൂടെ ചേർത്ത് എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി.
ഓ ഇന്നലെ രാത്രി ഇന്ന് നമുക്ക് പറയാൻ പറ്റും, ഇപ്പൊ കഴിഞ്ഞോളെന്ന് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, ആ ടൈം സൂചിപ്പിക്കുന്ന വാക്കുകൾ കളയണം. അങ്ങനെ സമയത്തെ വെക്കണമെങ്കിൽ ഹാസ് ഹാവും വെക്കാതെ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയും. കിട്ടിയോ? അല്ല, രണ്ടിനും രണ്ടൊരു കാലഘട്ടമാണ്. ഇപ്പൊ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രീഷ്മയുടെ മകളെ കുട്ടി അങ്ങോട്ട് വന്നു. അപ്പൊ എന്ത് പറയും? മൈ ബേബി കെയിം എന്ന് പറയുന്നത് മൈ ബേബി ഹാസ് കം. അപ്പൊ വന്നിട്ടുള്ളൂ. നേരെ വെച്ച് മൈ ബേബി കെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ക്ലാസ് കൊടുക്കുന്നതിന് മുമ്പേ അവൻ വന്നതാണ് അവിടെ, അല്ലെങ്കിൽ വളരെ നേരത്തെ വന്നതാണ്. വ്യത്യാസം മനസ്സിലായോ? അതുകൊണ്ട് ഈ പ്രസന്റ് പെർഫെക്റ്റ് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സമയം പറയുക. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഗ്രീഷ്മ അങ്ങനെ പറഞ്ഞത് നന്നായി. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇത് മനസ്സിലായത്. പ്രസന്റ് ഇപ്പൊ ചില കുട്ടിയൊക്കെ വരുന്നത് ഐ ഹാവ് പാസ്ഡ് ദ SSLC എക്സാമിനേഷൻ 2023. അത് തെറ്റാണത്. ഹാവ് കഴിഞ്ഞ പിന്നെ ടൈം പറയാൻ പാടില്ല. അപ്പൊ എന്ത് പറയണം? ഐ പാസ്ഡ് ദ SSLC എക്സാമിനേഷൻ 2023. അങ്ങനെ സിമ്പിൾ പാസ്റ്റ് പറയണം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കരുത്. ഓക്കെ. ഇപ്പോ അതിന് വേറെ കാര്യം ചോദിച്ചാൽ, ഇപ്പോ നിങ്ങളോട് ആരെങ്കിലും വന്നിട്ട് അല്ല വേണ്ട, നിങ്ങളുടെ തന്നെ ഭർത്താവോ മക്കളോ വന്നിട്ട് ചോദിക്കുകയാണ്, അമ്മ ചായ കുടിച്ച? രണ്ട് രീതിയിൽ പറയാം. ഐ ഡ്രാങ്ക് ടീ എന്ന് പറയാം, ഐ ഹാവ് ഡ്രങ്ക് ടീ എന്ന് പറയാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഗദർ ഐ ഡ്രാങ്ക് ടീ എന്ന് പറയുന്നതും ഐ ഹാവ് ഡ്രാങ്ക് ടീ എന്ന് പറയുന്ന തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഐ ഡ്രാങ്ക് ടീ എന്ന് പറയുന്നതും വന്ന് ചോദിക്കുകയാണ് മകനെ, അമ്മ ചായ പിടിച്ച? അപ്പൊ ചോദിച്ചപ്പോ മറുപടി ഐ ഹാവ് ഓക്കെ 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 ശരി. ഐ ഹാവ് ഡ്രാങ്ക് ടീ എന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം. ഐ ഹാവ് എന്ന് പറയുമ്പോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉൾപ്പെടുത്തി. അതല്ലേ ഞാൻ പറഞ്ഞത്. വേറൊരു കാര്യം ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞത് കഴിഞ്ഞു. യെസ്, ഓക്കെ. അമൃത, എന്താണ് വ്യത്യാസം? അതെ സർ, ഞാനാണോ? അതല്ലേ അമൃത. ഐ ഡ്രങ്ക് ടീ ജസ്റ്റ് ഞാൻ ചായ കുടിച്ചു. ഐ ഹാവ് ബീൻ എന്തായിരുന്നു സെക്കൻഡ്? ഐ ഡ്രാങ്ക് ടീ, DRINK ഡ്രാങ്ക് ടീ. മറ്റേത് ഐ ഹാവ് DRUNK ഡ്രങ്ക് ടീ. ഇത് തമ്മിൽ വ്യത്യാസം അറിയില്ല സർ. ഐ ഹാവ് ഡ്രങ്ക് ടീ എന്ന് പറഞ്ഞാല് ഞാൻ ഇപ്പോ ചായ കുടിച്ചതേ ഉള്ളൂ. ഐ ഡ്രങ്ക് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ചായ കുടിച്ചിട്ട് ഒരുപാട് നേരമായിരുന്നു. വെരി ഗുഡ്. ഓക്കെ ഓക്കെ, ഇതാണ് ഞാൻ ചോദിച്ചത്, ഇതാണ് ഞാൻ പറയേണ്ടത്. ഐ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ചായ കുടിച്ചോ? അപ്പൊ ഗ്രീഷ്മ ചായ നേരത്തെ കുടിച്ചാണെങ്കിൽ ഐ ഡ്രാങ്ക് ടീ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നേരത്തെ കുടിച്ചു നടത്തും. നേരെ മറിച്ച് ഗ്രീഷ്മ ചോദിക്കുന്നതിന് കുറച്ച് മുമ്പ് കുടിച്ചിട്ടുള്ളൂ. അപ്പൊ ഐ ഹാവ് ഡ്രങ്ക് DRUNK ഡ്രങ്ക് ടീ എന്ന് പറയുന്നത്. അതാണ് പ്രസന്റ് പെർഫെക്റ്റ് ആണ്, ഇമ്മീഡിയറ്റ് പാസ്റ്റ്, തൊട്ട് മുമ്പ് കഴിഞ്ഞ സമയം. ഓക്കെ, യെസ്, ഓക്കെ 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 ഓക്കെ. ഏത് പുത്രനാണത്? ഓക്കെ, യെസ്, റെഡി. അപ്പൊ നമുക്ക് അടുത്ത വിഷയത്തിലോട്ട് വരാം. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ച് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കുന്ന ഒരു ടെൻസ് കൂടിയിട്ട്, അതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റിന്റെ അടിയിൽ എസ് പ്ലസ് ഹാഡ്, HAD ഹാഡ്, അത് കഴിഞ്ഞതിന് ശേഷം പ്ലസ് വി ബ്രാക്കറ്റിൽ PP പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് വി പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റിലും നമ്മൾ ഈ വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഐ ഹാഡ് ഗോൺ. ഐ ഹാഡ് ഗോൺ എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ല ഗോൺ. ഐ ഹാഡ് ഗോൺ ടു മാർക്കറ്റ്. ഐ ഹാഡ് ടോട്ട്, ടീച്ച് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ടോട്ട്. ഐ ഹാഡ് ടോട്ട് ഇംഗ്ലീഷ്. അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, വേറെ നമുക്ക് വേറെ പറയാം. ഐ ഹാഡ് ഈറ്റൻ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു.
അത് ഏത് സബ്ജക്റ്റ് ആയാലും ഹാഡ് എല്ലാത്തിനും കൂടെ ഹാഡ് വരും. യെസ്, ഹാസും ഹാവും പറയുമ്പോഴാണ് സബ്ജക്റ്റ് നോക്കി നമ്മൾ മാറ്റേണ്ടത്. ഇവിടെ നമ്മൾ അങ്ങനെ മാറ്റേണ്ടതില്ല. ഓക്കെ, ഇനി നിങ്ങൾ ഒന്നിയുടെ എക്സാമ്പിൾ പറഞ്ഞ ഹാഡ് വരുന്നത്. I had bought TV. ഓക്കെ, ഐ ഹാവ് ബോട്ട് കറക്റ്റ് ആണ്. പിന്നെ I have finished the work. I had finished the work. Okay. She had left to the station. She had left the station. Correct. Sir, I had looked at tiger. Okay, I had looked at tiger. Okay. We had played football. We had played football. ശരിയാണ്. My baby had watched cartoon. My baby had watched the cartoon. Very good. ഓക്കെ. ഇനി ഞാൻ ഇതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. ഞാനിപ്പോ പറഞ്ഞ് ഇതുവരെ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് പറഞ്ഞത് ഒന്ന് ചുരുക്കി പറയുകയാണ്. നമ്മൾ പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പാർട്ടിസിപ്പിളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പാർട്ടിസിപ്പിൾ ഒരു വെർബിന്റെ ഒരു ഫോമാണ് എന്ന് പറഞ്ഞു. പാർട്ടിസിപ്പിൾ രണ്ടായിട്ട് വിഭജിക്കാമെന്ന് പറഞ്ഞു. ഒന്നിനെ പ്രസന്റ് പാർട്ടിസിപ്പിളും മറ്റൊന്നിനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു. അതിന് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസിന്റെ കൂടെ ING ചേർത്ത് എഴുതുന്നതിനെയാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ING ചേർത്ത് എഴുതുന്ന വാക്ക് ഒന്നുകിൽ അഡ്ജക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ വെർബായിട്ട് ഉപയോഗിക്കണം. രണ്ട് ഉപയോഗങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞു പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞത്. അങ്ങനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിന്റെ മൂന്നാമത്തെ ഫോമാണെന്ന് പറഞ്ഞു. ആ മൂന്നാമത്തെ ഫോമിൽ വരുന്ന വാക്ക് ഒന്നുകിൽ വെർബായിട്ട് അല്ലെങ്കിൽ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കും. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് പറഞ്ഞ് നിർത്തിയത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് ഞാനിത് വളരെ നേരത്തെ നിർത്തി നിങ്ങളോടൊരു ലെറ്ററിന്റെ കേസ് പറയണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഒരു പഠിക്കണ പോലെ തോന്നിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും അത് പ്രസന്റ് പെർഫെക്റ്റിന്റെ അഡ്ജക്റ്റീവിന്റെ ഉപയോഗം കുറച്ച് നീട്ടി പറഞ്ഞത്. അത് കുറച്ച് പേര് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി, അതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ വെർബായിട്ട് ഉപയോഗിച്ചപ്പോൾ പറഞ്ഞതൊക്കെ എല്ലാവരുടെയും ശരിയാണ്. ഇതൊന്നും പേടിക്കേണ്ടതില്ല, സിമ്പിൾ ആയിട്ട്. ഇനി നമുക്ക് ഒരു ടെൻസ് എന്നൊരു സംഗതി വരും. അവിടെ വരുമ്പോൾ ഞാനത് കുറച്ചുകൂടി വിശദമായിട്ട് പറയാം. അപ്പൊ അത് ഭയപ്പെടേണ്ടതില്ല എന്ന് മാത്രം പറയുകയാണ്. ഇനി വേറെ എന്താണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്? ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ആപ്ലിക്കേഷൻ ലെറ്റർ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ആപ്ലിക്കേഷൻ ലെറ്റർ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. റിൻഡയുടെ വായിച്ചു. സബ്ജക്റ്റ് അതൊന്നും വേണ്ടല്ലോ. വേണ്ട, മാറ്റർ മാത്രം മതി. I am applying for a teaching position in your school. ടീച്ചിങ് പൊസിഷൻ വേണ്ട, പോസ്റ്റ്. ഓരോരുത്തര് വേറെ ആരെങ്കിലും പറയുന്നതിന് നല്ല പോയിന്റിനെ കുറിച്ച് വെച്ചതുകൊണ്ട് മറക്കരുത്. നല്ലൊരു ആവശ്യമില്ല. ഞാൻ ഡ്രാഫ്റ്റ്സ്മാൻ സിവിലാണ് പഠിച്ചിരിക്കണേ, ഗ്രാജുവേഷൻ അല്ല. അപ്പൊ അത് പറഞ്ഞാൽ മതിയോ? എന്തെങ്കിലും മതി. I have completed in my draftsman civil in 2011. Okay. I have 2 years experience in this field. Yes. Now I am also completed in Montessori teacher course. Yes. അവിടെ എക്സ്പീരിയൻസ് നമ്മൾ പറയണ്ടല്ലോ, നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. Okay. I am very hardworking and dedicated towards my work. Yes. So I would like to use my experience and skills in your school. Yes, ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്. I would like to എന്ന് പറഞ്ഞ phrase ആണ്. Correct ആണ്. Very good. I am interested in working as a teacher for the play group because Yes. I like teaching children. Yes. I will always act as a positive role model for the school. Yes. I have the potential to handle children and complete every responsibility related to my job. Okay. അത് നല്ലൊരു വാക്കാണ്. I have the potential. I can എന്ന് പറയുമ്പോൾ നമ്മളൊരു അഹങ്കാരം പറയുന്നത്. I have the potential. Okay, very good. Kindly appoint me a teacher in your school. Yeah. I look forward to hearing from you and thank you for considering my application. Yes. You Okay. വെരി ഗുഡ്. ഭംഗിയായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ഈ അപേക്ഷ കുഴപ്പമില്ല. ഓക്കെ. ഇപ്പൊ നമ്മൾ പരിഗണിച്ചിവിടെ ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ. രേഷ്മ പറഞ്ഞോളൂ.
Sir, subject application for the post of kindergarten teacher. Dear sir, I am writing to apply for the position of kindergarten at our school in the area. Okay. I have a strong passion for teaching young children and believe in creating a positive and engaging learning environment. Yes. My skill in classroom management, interactive teaching, and child development make me suitable candidate for this role. Yes. Role answer. I would love the opportunity to contribute to your school and help young learners grow academically and socially. Yes. I have attached my resume for your review. Yes. Please let me know if we can arrange a meeting to discuss my application further. Thank you for your time and consideration. Okay. Sincerely, Reshma. Okay. Yes. ഇനി ആരാണ് അടുത്ത് പറയുന്നത് വായിക്കണേ? ഞാൻ വായിക്കാം സർ. ഐശ്വര്യ വായിച്ചോളൂ. I am writing to apply for the position of preschool teacher at MES School Mangalam. Your organization. Post applying for the post. Your organization has a stellar reputation, and considering my best experience of my education in Smartstream NTTC coaching center, Yes. I feel I would make a great generation from your organization's intelligent kids. I completed my graduation in BCom, but I selected the teaching industry because before the few years I realized that teaching young children is a wonderful thing. Yes. But I am happy and enjoying my profession or job. I have to do this. And sir, I completed my graduation and I also passed the Montessori. My abilities are little experience in yoga and I will draw a little. I am confident to mingle with the children because I love children. I hope you will give me this job. Yours sincerely, Aishwarya. Okay, ഐശ്വര്യ വീഡിയോക്ക് നമുക്ക് വേണമെങ്കിൽ അതൊന്ന് എഡിറ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ. അറ്റംപ്റ്റ് ഈസ് വെരി ഗുഡ്. ഞാൻ വായിക്കാം. നോക്കി അവരോട് വായിച്ചു നിർത്തി കേട്ടോ. സമയമായി, അടുത്ത ടീച്ചർ വരാറായി അല്ലേ? യെസ്, വായിച്ചോ. വായിച്ചു. Sir, I am excited to apply for the Montessori teacher post at your school as advertised on the newspaper. I am interested to do this job. I am graduated and trained for Montessori teacher. I have the potential to mingle with kids and I also know English language to speak and write fluently. I had 2 years of experience in a public school. I am confident that my skills and qualifications make me a good teacher for this post. My certificate are submitted with this letter. I am humbly requested you to give this opportunity for me. I do my best. Thank you for considering my application. I am humbly waiting your reply with the belief that you will not reject my request. വെരി ഗുഡ്. ഓക്കെ. പറഞ്ഞ വളരെ എന്താ പറയാ, വളരെ പൊളൈറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഇനിയും ഉണ്ട് കുറച്ച് പേർക്ക് വായിക്കാനായിട്ട്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഞാൻ കുറച്ച് വായിക്കാം. ഇന്നിപ്പോ ഈ പ്രസന്റ് പാർട്ടിസിപ്പിൾ അങ്ങോട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നിന്നുകൊണ്ടാണ് സമയം പോയത്. ബാക്കിയുള്ളവർ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പരിഗണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്, ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം വളരെ മെച്ചപ്പെട്ടതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും അവസാനിപ്പിക്കുന്നു. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. സൈൻ ഔട്ട് ഉണ്ടായിരുന്നു സർ. ഓക്കെ. പറഞ്ഞോളൂ. ഓർമ്മിപ്പിച്ചത്. ഓക്കെ റോഷിനി. Sign out ഞാനാ സാറേ. Good morning, Job sir and my dear friends. Today we have learned about present and past continuous and past participles. Actually, we have learned all these things in the early classes, and then now we are collecting the memory about the participles. Thank you, sir, for teaching us in a simple way and making us to understand by giving more examples. And I conclude with a quote.
The future belongs to those who believe in the beauty of their dreams. Thank you. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പകല് കാണുന്നതാണ് സ്വപ്നം. ഇതും കലാം പറഞ്ഞിട്ടുള്ളതാണ്. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് ശക്തി നൽകുന്നതാണ് സ്വപ്നങ്ങൾ. നമ്മൾ ഉറങ്ങാൻ സമ്മതിക്കാത്തതാണ് സ്വപ്നം. ഓക്കെ, എല്ലാ സ്വപ്നങ്ങളും പോണിയിട്ട് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ ബൈ. സി. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir.